കീഴടങ്ങാൻ തയ്യാറായിരുന്ന മാവോയിസ്റ്റുകളെയാണ് അട്ടപ്പാടിയിൽ കൊലപ്പെടുത്തിയതെന്ന് വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ടവരെല്ലാം കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആദിവാസി നേതാവ് ശിവാനി ന്യൂസ് 18നോട്. അവര് കീഴടങ്ങാൻ തയ്യാറായിരുന്നു. അതിനുള്ളൊരു അവസരം പോലീസ് ഉണ്ടാക്കാൻ നിന്നില്ല. അതാണ് ഏറ്റവും വലിയ വീഴ്ച. കാരണം അതിനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിൽ കീഴടങ്ങാൻ സന്നദ്ധരായിരുന്നു. ആ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പ്രവണത ചെയ്തത് തീരെ ശരിയായ ഒരു ഇതല്ല. കാരണം അവർ സറണ്ടർ ആകേണ്ട ആൾക്കാരായിരുന്നു. ഇന്നലെ കൊല്ലപ്പെട്ട മണിവാസകവും കീഴടങ്ങാൻ എത്തിയതാണെന്ന് ശിവാനി. ചർച്ചകൾക്ക് വന്നപ്പോഴൊന്നും ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ പോലീസിനെ ആക്രമിക്കുമെന്ന് കരുതുന്നില്ലെന്നും ശിവാനി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്ത ശിവകാമിയും ആവശ്യപ്പെട്ടു. അതൊരു അവർ കീഴടങ്ങെന്ന് പറഞ്ഞവർ ഇവരെന്തിനാ പെട്ടെന്ന് പോയി ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ചെയ്ത പിന്നെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ വിശ്വാസം പോയി എങ്ങനെയാൽ കീഴടങ്ങാൻ വന്നവരെ ഇവർ കൊന്നു കളഞ്ഞത് അത് ഭയങ്കര ഒരു ദിവസമാണ്. അത് എല്ലാ നാടിനുള്ളത് എല്ലാം പിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അതൊരു ഇത് ഉണ്ടാകും. നമുക്ക് കീഴടങ്ങാൻ വന്നവരെ കൊന്നു കളഞ്ഞതാണ്. മാവോയിസ്റ്റുകൾ കീഴടങ്ങാൻ തയ്യാറായിരുന്നെന്ന് വെളിപ്പെടുത്തി അട്ടപ്പാടി ആദിവാസി ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ മുരുകൻ. അഗളി മുൻ ASP ഇതിനുള്ള ചർച്ചകൾ നടത്തി. ഇതിനായി ചിലരെ ദൂതരാക്കിയിരുന്നു. ഇപ്പോൾ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് സംശയിക്കുന്നതായി മുരുകൻ. യഥാർത്ഥത്തിൽ വ്യാജമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നിട്ടുള്ളത്. മാവോയിസ്റ്റുകൾ കീഴടങ്ങുവാൻ വേണ്ടി അവർ മാനസികമായിട്ട് തയ്യാറാവുകയും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഉള്ള ഒരു പ്രവർത്തനം നടക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസിന്റെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. വ്യാജ ഏറ്റുമുട്ടൽ ആരോപണം തള്ളി മുഖ്യമന്ത്രി. ഭരണകൂടത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നത് UDF രീതി. LDF നയം അതല്ലെന്നും മുഖ്യമന്ത്രി. വർഗീസിനെ കൊന്നപ്പോൾ അത് കലാകാരന്മാരുടെ ഭാവനയാണെന്നാണ് നിങ്ങൾ പറഞ്ഞതെന്നും പിണറായിയുടെ കുറ്റപ്പെടുത്തൽ. നിരോധിക്കപ്പെട്ട മാവോയിസ്റ്റ് സംഘത്തിൽപ്പെട്ടവർ വെടിയുതിർത്തതിനെ തുടർന്ന് സ്വയരക്ഷയ്ക്കായി തണ്ടർബോൾട്ട് അംഗങ്ങൾക്ക് തിരികെ വെടിവെക്കേണ്ടി വന്നു. സംഘടനയിൽപ്പെട്ട 3 പേർ മരണപ്പെടുകയും അവർ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റും സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കുക എന്നതും ജനാധിപത്യ ജീവിതക്രമം നിലനിർത്തുകയും ചെയ്യുക എന്ന ഭരണഘടനാപരമായ ചുമതല സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഭരണകൂടം അടിച്ചമർത്തിയാൽ ആശയങ്ങൾ തകർന്നു പോകില്ലെന്ന ബോധ്യം സർക്കാരിനുണ്ടെന്ന് പിണറായി വിജയൻ. ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരം. വീഴ്ചയുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ പരിശോധിക്കും. മാവോയിസ്റ്റ് ആയതുകൊണ്ട് ആരും കൊല്ലപ്പെടില്ലെന്നും മുഖ്യമന്ത്രി. പട്രോളിംഗിനിടെ ഉച്ചയ്ക്ക് 12:30 മാവോയിസ്റ്റ് സംഘം വെടിവെച്ചെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സ്വയരക്ഷയ്ക്കായി തണ്ടർബോൾട്ട് തിരിച്ചു വെടിവെച്ചു. AK-47 ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ കണ്ടെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെന്നും പിണറായി വിജയൻ. മാവോയിസ്റ്റുകളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്തുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും വേണം. അവരുടെ പ്രവർത്തനം തടയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമെന്നും മുഖ്യമന്ത്രി. 2013 തന്നെ മാവോയിസ്റ്റ് പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി. 2014 ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ ആന്റി ടെററിസ്റ്റ് സേന രൂപീകരിച്ചിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് പരിശീലനം ലഭിച്ചവരാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത് തടയാനാണ് UDF ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി. മാവോയിസ്റ്റ് വേട്ട ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുസ്ലിം ലീഗിലെ N ഷംസുദ്ദീൻ. മാവോയിസ്റ്റുകളാണെങ്കിൽ വെടിവെച്ച് കൊല്ലാതെ പിടിക്കാൻ കഴിയില്ലേ എന്ന് പ്രതിപക്ഷം. രൂപേഷിനെയും ഷൈനെയും UDF സർക്കാർ പിടികൂടിയത് രക്തം ചിന്താതെയെന്നും പ്രതിപക്ഷം. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുകയും ചെഗുവേരയ്ക്ക് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചെന്നിത്തല. പറഞ്ഞ കാര്യങ്ങൾ കാനത്തിനെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നും പ്രതിപക്ഷ നേതാവ്. മാവോയിസ്റ്റുകളെ പവിത്രീകരിക്കാൻ ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി.
പാലക്കാട് അട്ടപ്പാടി മഞ്ചക്കണ്ടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ. കാർത്തി, മണിവാസകം എന്നിവരുടെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തി. മാവോയിസ്റ്റ് വേട്ടയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പോലീസ് മേധാവിക്ക് നോട്ടീസ് അയച്ചു. വിശദമായ അന്വേഷണം നേരിട്ട് നടത്തി സംസ്ഥാന പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹൻദാസ്. കേസ് നവംബർ 12-ന് കൽപ്പറ്റയിൽ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. അട്ടപ്പാടി മഞ്ചിക്കണ്ടി വനമേഖലയിൽ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ 2 ദിവസം നടന്ന പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് വേണ്ടിയാണ് തണ്ടർബോൾട്ടിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നത്. AK-47 തോക്കുൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായാണ് മാവോയിസ്റ്റ് സംഘം തമ്പടിച്ചതെന്ന് പോലീസ്. പരിശോധനയിൽ ഒരു AK-47 ഉൾപ്പെടെ 6 തോക്കുകൾ കണ്ടെടുത്തു. വെടിവെപ്പിൽ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു മണിവാസകത്തിന്റെ നേതൃത്വത്തിൽ വെടിവെപ്പ് നടന്നതെന്ന് പോലീസ്. 1.5 മണിക്കൂറോളം നീണ്ട വെടിവെപ്പിൽ മണിവാസകം കൊല്ലപ്പെട്ടു. കാർത്തിക്, അരവിന്ദ്, രമ എന്നിവരാണ് ആദ്യ ദിവസം കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ശ്രീമതി, സുരേഷ് എന്നിവർ കർണാടക സ്വദേശികൾ. കാർത്തിക്, മണിവാസകം എന്നിവർ തമിഴ്നാട്ടുകാർ. എല്ലാവരും ഭവാനിദളം പ്രവർത്തകർ. സംഘത്തിലുണ്ടായിരുന്നത് 9 പേരെന്ന് സൂചന. പോലീസ് വെടിവയ്പിൽ സംഘം ചിതറിയോടി. മാവോയിസ്റ്റുകൾക്കെതിരായ നടപടികളിൽ നിയമലംഘനമുണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമലംഘനമുണ്ടായാൽ ഇടപെടലുണ്ടാകും. ആവശ്യമെങ്കിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഗവർണർ. മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ ബിനീഷ് കോടിയേരി. മാവോയിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നു എന്നത് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനുള്ള കാരണമല്ലെന്ന് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെടിവെച്ച് കൊല്ലുന്നതുകൊണ്ട് മാവോയിസ്റ്റുകളും ആശയവും ഇല്ലാതാകുമെന്ന് കരുതുന്നത് പരിഹാസ്യമാണ്. കൊല്ലപ്പെട്ടവർക്ക് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നതായും ബിനീഷ്. മാവോയിസ്റ്റുകളെ വധിച്ച പോലീസ് നടപടിയെ പിന്തുണച്ച് മുൻ DGP TP സെൻകുമാർ. തണ്ടർബോൾട്ട് വനത്തിൽ പോകുമ്പോൾ സച്ചിദാനന്ദൻ, ബിനോയ് വിശ്വം, കാനം തുടങ്ങിയവരെ മുന്നിൽ കൊണ്ടുപോകണം. വെടിവരുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഒരു റിട്ടയർഡ് ജഡ്ജി നല്ലതാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സെൻകുമാർ. കേരളത്തിലെ പോലീസിന് അരിവാൾ രോഗം ബാധിച്ചെന്ന് PK ഫിറോസ്. മാവോയിസ്റ്റുകളെക്കാൾ ഭീകരർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. ആശയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ എന്തിനാണ് കൊന്നുതള്ളുന്നതെന്നും ഫിറോസ്. മാവോയിസ്റ്റ് വേട്ടയിൽ പ്രതിഷേധിച്ച് CPM-ൽ നിന്ന് രാജി. പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയത് DYFI അഗളി മേഖലാ സെക്രട്ടറി അമൽദേവ്, SFI മുൻ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം യാസിൻ എന്നിവർ. ഈ രക്തത്തിൽ പങ്കില്ലെന്ന് ഇരുവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ്. മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മലയോര മേഖലയിൽ കനത്ത ജാഗ്രത. താമരശ്ശേരി, കോടഞ്ചേരി, തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് പോലീസ് ജാഗ്രത പുലർത്തുന്നത്. പതിവായി മാവോയിസ്റ്റുകൾ എത്തിയിരുന്ന പ്രദേശങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിലാണ്. വാളയാറിൽ പെൺകുട്ടികൾ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിനും പുനർവിചാരണയ്ക്കും കോടതിയുടെ അനുമതി തേടാൻ സർക്കാർ തീരുമാനം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഉടൻ അപ്പീൽ സമർപ്പിക്കും. തീരുമാനം മുഖ്യമന്ത്രിയുമായി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംസ്ഥാന പോലീസ് മേധാവിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ. വാളയാറിലെ സഹോദരിമാരുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണ സംഘത്തിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ലത ജയരാജ്. ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും പ്രോസിക്യൂട്ടർ. തെളിവുകൾ ഉണ്ടാക്കേണ്ടത് പ്രോസിക്യൂട്ടറുടെ ജോലിയല്ലെന്ന് ലത ജയരാജ്. കൊലപാതകമാണോ എന്ന് പോലീസ് അന്വേഷിച്ചില്ല. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് വാദിച്ചതെന്നും പ്രോസിക്യൂട്ടർ. രക്ഷിതാക്കളുടെ മൊഴി പ്രതികളെ ശിക്ഷിക്കാൻ തക്കവണ്ണം ഉള്ളതല്ലെന്ന് ലത ജയരാജ്. പ്രോസിക്യൂട്ടറുടെ മുൻപിൽ വന്ന തെളിവുകളെല്ലാം കോടതിക്ക് മുൻപിൽ അവതരിപ്പിച്ചുവെന്നും ലത. വാളയാറിലേക്ക് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ പ്രത്യേക സംഘമെത്തും.
നാളെ സുപ്രീം കോടതി അഭിഭാഷകൻ അടങ്ങുന്ന 4-അംഗ സംഘം പെൺകുട്ടികളുടെ വീട്ടിലെത്തും. സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നടപടിയെടുക്കും. പെൺകുട്ടികളുടെ കുടുംബത്തിന് നിയമസഹായം നൽകുമെന്നും കമ്മീഷൻ അധ്യക്ഷൻ പ്രിയങ്ക് കനൂഗോ. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് 18% മാത്രം. 2013 മുതൽ 18 വരെ വിചാരണ പൂർത്തിയായ 1255 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 230 എണ്ണം മാത്രം. 1033 കേസുകളിലും പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്ന് കണക്കുകൾ. ആലപ്പുഴ ജില്ലയിൽ ആകെ രജിസ്റ്റർ ചെയ്തത് 32 കേസുകൾ. ഇതിൽ 32ഉം വെറുതെ വിട്ടു. സെക്ഷൻ 5-7 പ്രകാരം പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്ത കേസുകളിൽ ഉൾപ്പെടെയാണ് പ്രതികളെ വെറുതെ വിട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ വിചാരണ പൂർത്തിയായ 38 കേസുകളിൽ 36ലും പ്രതികളെ വെറുതെ വിട്ടു. കൊല്ലത്ത് 241 കേസുകളിൽ വിചാരണ പൂർത്തിയായപ്പോൾ 210 കേസുകളിലും പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 282 കേസുകളിൽ 259ലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ലെന്നും കണക്കുകൾ. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഭൂരിപക്ഷവും വീടിനുള്ളിൽ വെച്ചാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികളാക്കപ്പെടുന്ന കേസുകളിൽ ഒത്തുതീർപ്പ് നടക്കുന്നത് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്നുവെന്ന് വിലയിരുത്തൽ. പോക്സോ കേസുകൾ വേഗം തീർപ്പാക്കാനും ഇരകൾക്ക് നീതി ലഭിക്കാനും എല്ലാ ജില്ലകളിലും പ്രത്യേക കോടതികൾ തുടങ്ങണമെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ. ജില്ലാ അടിസ്ഥാനത്തിൽ കോടതികൾ സ്ഥാപിക്കാത്തതാണ് കേസുകൾ അനന്തമായി നീളാൻ കാരണമെന്നും ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ SP ദീപക്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനത്ത് കോടതികളിൽ വിചാരണ കാത്തുകിടക്കുന്നത് 7668 കേസുകൾ. കേസുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. നിലവിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് പോക്സോ കേസുകൾക്ക് പ്രത്യേകം കോടതിയുള്ളതെന്നും അഡ്വക്കേറ്റ് SP ദീപക്. എല്ലാ കേസുകളും വിചാരണയ്ക്കെടുക്കുന്ന രീതിയാണ് കേരളത്തിൽ പോക്സോ കേസും കൈകാര്യം ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് SP ദീപക്. ഇരയ്ക്ക് ലഭിക്കേണ്ട പ്രാഥമിക അവകാശം പോലും കോടതികളിൽ ലഭിക്കുന്നില്ല. കോടതി നടപടികൾ പൂർണ്ണമായി മാറണമെന്നും SP ദീപക്. സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും ഭരിക്കുന്നത് CPM നേതാക്കൾ. CPM ജില്ലാ കമ്മിറ്റി അംഗം മുതൽ പ്രാദേശിക നേതാക്കളും പാർട്ടി അനുഭാവികളും വരെ പട്ടികയിലുണ്ട്. മാനദണ്ഡങ്ങൾ മറികടന്ന് ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് എല്ലാ നിയമനവും നടത്തിയതെന്ന് ആരോപണം. വാളയാർ കേസിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നീതി ഉറപ്പാക്കും. വിഷയം നിരീക്ഷിക്കുന്നുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇടപെടും. സർക്കാർ അപ്പീൽ പോകുമെന്നാണ് അറിഞ്ഞതെന്നും ഗവർണർ. പെൺകുട്ടികൾ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ച് മലപ്പുറം വളാഞ്ചേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിലും സംഗമത്തിലും പങ്കാളികളായി. പെൺകുട്ടികളുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. വാളയാർ സംഭവത്തിൽ പ്രതിഷേധിച്ച ABVP പ്രവർത്തകർ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. മഹിളാ മോർച്ച പ്രവർത്തകരും കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി ഇന്ന്. തോൽവിയെ ചൊല്ലി ഉയർന്ന തർക്കങ്ങളും UDF-ൽ കോൺഗ്രസ് നേതാക്കൾ കേൾക്കേണ്ടി വന്ന പഴിയും ചർച്ചയാകും. യോഗം ഉച്ചകഴിഞ്ഞ്. പരസ്യ വിമർശനം ഒഴിവാക്കിയ നേതാക്കൾ അടക്കം ഇന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ തുറന്നടിക്കാൻ സാധ്യത. തോൽവി പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കുക എന്ന പതിവ് നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകാതെ ഒരു വിഭാഗം നേതാക്കൾ. പ്രധാന നേതാക്കൾക്ക് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് സമിതി രൂപീകരണത്തിന് പിന്നിലെന്നും ആരോപണം. സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നതിലും പ്രചരണത്തിലും അടക്കം ഗുരുതര വീഴ്ചയുണ്ടായെന്ന വിമർശനം ശക്തം. ഇതിന്റെ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കൾക്ക്. വട്ടിയൂർക്കാവ് പരാജയത്തിൽ K മുരളീധരനും ശശി തരൂരിനുമെതിരെയും വിമർശനം. കോന്നിയിലെ തോൽവിയിൽ അടൂർ പ്രകാശിനെതിരെയും വിമർശനം. പരാജയത്തിന്റെ ഉത്തരവാദിത്വം PJ കുര്യനും DCC പ്രസിഡന്റ് ബാബു ജോർജിനുമാണെന്ന മറുവാദവുമായി I ഗ്രൂപ്പും. NSSന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയതിലും വിമർശനം.
UDF യോഗത്തിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളി. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ മറുപടി അനിവാര്യം. UDF യോഗം അടുത്ത മാസം 15-ന്. 3 പ്രധാന നേതാക്കളെ ചുമതല ഏൽപ്പിച്ചിട്ടും KPCC പുനഃസംഘടന നടക്കാത്തതിനെതിരായ കടുത്ത വിമർശനവും യോഗത്തിൽ ഉയരും. പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നാണ് ആവശ്യം. ഒപ്പം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന ഉടൻ വേണമെന്ന നിർദ്ദേശവും ഉണ്ടാകും. കൊച്ചി മേയറെ മാറ്റുന്നതിൽ നിർണായക ചർച്ച ഇന്ന്. തിരുവനന്തപുരത്ത് KPCC അധ്യക്ഷനുമായി സൗമിനി ജെയിൻ കൂടിക്കാഴ്ച നടത്തും. AI ഗ്രൂപ്പുകളുടെ സംയുക്ത നീക്കത്തിന് മുല്ലപ്പള്ളി വഴങ്ങിയാൽ സൗമിനിയുടെ മേയർ കസേര തെറിക്കും. രാജിവയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് സൗമിനി ജെയിൻ. രാജിവെച്ച് കുറ്റമേൽക്കാനില്ലെന്ന നിലപാടിനോട് യോജിച്ച് മുല്ലപ്പള്ളിയും. സൗമിനിയെ മാറ്റിയാൽ രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ച് 2 കൌൺസിലർമാർ. അംഗങ്ങളെ നഷ്ടമായാൽ ഭരണം പോകുമെന്ന പേടിയിൽ UDF. സൗമിനിയെ മാറ്റിയാൽ പകരം സ്ഥാനത്തിനായി കരുനീക്കങ്ങളും സജീവം. A ഗ്രൂപ്പിലെ ഷൈനി മാത്യു, I ഗ്രൂപ്പിലെ VK മിനിമോൾ എന്നിവരുടെ പേരുകൾ പരിഗണനയിൽ. I ഗ്രൂപ്പിലെ KR പ്രേംകുമാർ, A ഗ്രൂപ്പിലെ MB മുരളീധരൻ എന്നിവരെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു. ജാതി സമവാക്യങ്ങളടക്കം ഇതിൽ നിർണായകമാകും. കൊച്ചി മേയർ മാറ്റം എതിർപ്പുമായി മുസ്ലിം ലീഗ്. വിഷയം UDF-ൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ PM ഹാരിസ്. നഗരസഭാ ഭരണം കാര്യക്ഷമമാണ്. വെള്ളക്കെട്ടിന് മേയർ ഉത്തരവാദിയല്ല. UDF-ൽ ചർച്ച ചെയ്യാതെ മാറ്റിയാൽ മുസ്ലിം ലീഗ് പ്രതിഷേധം അറിയിക്കും. കൂടത്തായി ആൽഫൈൻ കൊലക്കേസിൽ ജോളിയുമായി ഇന്ന് തെളിവെടുക്കും. ഷാജുവിന്റെ പുലികയത്തെ വീട്ടിലും ആൽഫൈനെ ചികിത്സിച്ച ആശുപത്രിയിലുമായിരിക്കും തെളിവെടുപ്പ്. രാവിലെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. സിലിയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ മാത്യുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ജോളിയെയും മാത്യുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നും സൂചന. കരമനയിലെ ദുരൂഹ മരണങ്ങളിൽ വിൽപത്രം വ്യാജമെന്നതിന് കൂടുതൽ തെളിവുകൾ. വിൽപത്രം തയ്യാറാക്കിയ ജയമാധവൻ നായർ മാനസിക രോഗിയായിരുന്നുവെന്നാണ് കാര്യസ്ഥൻ രവീന്ദ്രൻ നായരുടെ മൊഴി. വഴുതക്കാടുള്ള ഡോക്ടർ സുഭാഷാണ് ചികിത്സിച്ചതെന്നും രവീന്ദ്രൻ നായർ. ജയമാധവൻ നായർ ഉൾപ്പെടെ 4 പേർക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നു. ഇക്കാര്യം രവീന്ദ്രൻ നായർ പോലീസിനോട് വെളിപ്പെടുത്തി. മാനസിക പ്രശ്നമുള്ളയാൾ വിൽപത്രം തയ്യാറാക്കാൻ ആകില്ലെന്ന നിയമം. PSC പരീക്ഷാ തട്ടിപ്പു കേസിന്റെ അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്ന് മുഖ്യമന്ത്രി. കോടതി വിധിക്ക് അനുസരിച്ചാകും CBIക്ക് വിടാമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. പുതുതായി 158 ബാർ ഹോട്ടലുകൾ അനുവദിച്ചെന്ന് എക്സൈസ് മന്ത്രി നിയമസഭയിൽ. UDF ഭരണകാലത്ത് ബിയർ വൈൻ പാർലറുകളായിരുന്ന 353 ഹോട്ടലുകൾ ബാർ ഹോട്ടലുകളാക്കി. ലൈസൻസ് ഇല്ലാതെ ബാറുകളോ ബിവറേജ് ഷോപ്പുകളോ പ്രവർത്തിക്കുന്നില്ലെന്നും TP രാമകൃഷ്ണൻ. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ വിദ്യാർത്ഥി മരിച്ചതിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് കായിക മന്ത്രി. കായികമേളകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടിയെടുക്കും. ചട്ടങ്ങൾക്ക് പൂർണ്ണമായി പാലിച്ചു മാത്രമേ കായികമേളകൾ നടത്താവൂ എന്ന് നിർദ്ദേശിച്ചതായും EP ജയരാജൻ. ഹാമർ വീണ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നടത്തിപ്പുകാർക്ക് പിഴവുണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. മത്സരങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സംഘാടകർ തിടുക്കപ്പെട്ടു. സമയക്രമത്തിലും പിഴവുണ്ടായതായി റിപ്പോർട്ടിൽ പരാമർശം. കോട്ടയത്ത് കായികമേളയിൽ ഹാമർ തലയിൽ വീണ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സംഘാടകരെ അറസ്റ്റ് ചെയ്യും. പോലീസ് അന്വേഷണം ഇഴയുന്നു എന്ന ആരോപണങ്ങൾക്കിടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. നടപടി വൈകുന്നതിൽ അഫീലിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി അറിയിച്ചിരുന്നു. ഔദ്യോഗിക വാഹനത്തിന്റെ ടയർ മാറ്റുന്നതിൽ റെക്കോർഡിട്ട വൈദ്യുതി മന്ത്രി MM മണി. 2 വർഷത്തിനിടെ 34 ടയറുകളാണ് മന്ത്രി മാറ്റിയത്. ഇതിനായി ചെലവിട്ടത് 3,40,000 രൂപ. ടയർ മാറ്റത്തിൽ 2ാം സ്ഥാനത്ത് വനമന്ത്രി K രാജു. മന്ത്രിയുടെ വണ്ടിയുടെ ടയർ മാറുന്നത് മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെന്ന് MM മണി.
യാത്രക്കിടെ അത്യാവശ്യം വന്ന 34 ടയറുകൾ മാറിയിട്ടുണ്ട് എന്ന് കണക്കെഴുതി മന്ത്രി പണം പറ്റുകയല്ലെന്നും എം എം മണി. ട്രോളന്മാർക്കും വിമർശകർക്കും ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞ മന്ത്രി എം എം മണി. നിർദോഷമായ തമാശ എന്നതിൽ നിന്നും വ്യക്തിഹത്യയിലേക്ക് മാറിയതുകൊണ്ടാണ് മറുപടി പറയുന്നത്. വിവരാവകാശ മറുപടിയിൽ പറയുന്ന കാലഘട്ടത്തിൽ വാഹനമോടിയത് 1,24,075 കിലോമീറ്റർ എന്നും വൈദ്യുതി മന്ത്രി. ഇന്നോവ ക്രിസ്റ്റയുടെ ടയറുകൾക്ക് ശരാശരി ഓടാൻ കഴിയുന്നത് 20,000 കിലോമീറ്റർ മാത്രം. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചിട്ടും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ സമയത്ത് ഓടിയെത്താൻ വേഗതയിൽ പോയിട്ടും ടയറിന്റെ ശരാശരി ആയുസ് 14,597 കിലോമീറ്റർ എന്നും എം എം മണി. മന്ത്രി ടയർ വാങ്ങി വിറ്റ് പണമുണ്ടാക്കിയെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാര്യം മനസ്സിലാക്കുമെന്നും എം എം മണി. കാളപെറ്റെന്ന് കേട്ടപ്പോൾ കയ്യിലെ കയറുമായി ഇങ്ങോട്ട് വരേണ്ട. വണ്ടി ഓടിയതിന്റെ കണക്കും വിശദീകരണ കുറിപ്പിൽ പങ്കുവച്ച വൈദ്യുതി മന്ത്രി. വാറ്റ് നികുതി കുടിശ്ശിക നോട്ടീസ് നൽകിയവർക്കെതിരെ നടപടികൾ ഉണ്ടാകില്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ. പട്ടികയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പരിശോധനയ്ക്ക് ശേഷമേ നോട്ടീസുകൾ അയക്കാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ എല്ലാവർക്കും നോട്ടീസ് അയക്കുകയായിരുന്നു. നോട്ടീസുകൾ റദ്ദാക്കാൻ മന്ത്രിക്ക് കഴിയില്ലെന്നും തോമസ് ഐസക്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് കാരണം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുന്നത് മുന്നിൽ കണ്ട ജില്ലാ സഹകരണ ബാങ്കിലേക്ക് തിരക്കിട്ട് പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്ന ആരോപണം. കണ്ണൂരിൽ മാത്രം നടന്നത് 170ഓളം പിൻവാതിൽ നിയമനങ്ങൾ. പ്രക്ഷോഭം തുടങ്ങാനൊരുങ്ങി കോൺഗ്രസ്. എത്ര പേർ മരിക്കേണ്ടി വന്നാലും കോതമംഗലം പള്ളി വിട്ടു നൽകില്ല എന്ന് യാക്കോബായ സഭ. ഒരു സാഹചര്യത്തിലും മറുവിഭാഗത്തോട് യാചിക്കില്ല. വിശ്വാസകാര്യങ്ങളിൽ കോടതി ഇടപെടുമ്പോൾ ഒരു വിഭാഗം വേദനിക്കുന്നുണ്ടെന്നും സഭ മെത്രോപൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി നിലയ്ക്കലിൽ കൂടുതൽ വാഹന പാർക്കിങ്ങിനുള്ള സൌകര്യമൊരുക്കാൻ നടപടി തുടങ്ങി. ജില്ലാ കളക്ടർ PB നൂഹിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കോട്ടയത്ത് നടക്കുന്ന കരസേന റിക്രൂട്ട്മെന്റ് റാലിക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കൊല്ലം ജില്ലാ കമ്മിറ്റിയും പന്മന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹായ് സന്നദ്ധ സംഘടനയും ചേർന്നാണ് ചവറ KMML മൈതാനത്തിൽ പരിശീലനം നൽകുന്നത്. മലപ്പുറം പരപ്പനങ്ങാടി കടലുണ്ടി റോഡ് തകർന്നു. യാത്രാദുരിതം രൂക്ഷം. റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നത് നിത്യസംഭവം. അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തം. ഇടുക്കി സ്റ്റെല്ല മേരീസ് ഫയർ സ്റ്റേഷൻ പടി റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ. അടിമാലി കൂമ്പൻപാറ ബൈപ്പാസിന്റെ ഭാഗമായ റോഡ് തകർന്നിട്ട് മാസങ്ങളായെന്നും നാട്ടുകാർ. ബോഡിമെട്ടിലെ ചരിത്രപ്രധാനമായ കസ്റ്റംസ് ഹൌസ് നശിക്കുന്നു. തിരുവിതാംകൂർ ഭരണകാലത്ത് പണി കഴിപ്പിച്ച രാജമുദ്രയുള്ള കെട്ടിടമാണ് നശിക്കുന്നത്. സംരക്ഷണമോ അറ്റകുറ്റപ്പണികളോ നടക്കാറില്ലെന്ന് നാട്ടുകാർ. പാലക്കാട് മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി വിശുദ്ധിയുടെ 2ാം ഘട്ടം വിജയത്തിലേക്ക്. പദ്ധതിയുടെ ലക്ഷ്യം സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പഞ്ചായത്ത്. സമഗ്ര മാലിന്യ നിർമ്മാർജ്ജനത്തിനായി മുതുതല പഞ്ചായത്തിൽ വിശുദ്ധി പദ്ധതി തുടങ്ങിയത് കഴിഞ്ഞ വർഷം. ഓൺലൈൻ ടാക്സി സംവിധാനമായ കേര കാബ്സ് നവംബർ 1 മുതൽ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കും. കേര കാബ്സ് തുടങ്ങിയത് കേരളത്തിലെ 1000ഓളം ടാക്സി ഉടമകളും തൊഴിലാളികളും ചേർന്ന്. യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കുമെന്ന് കേര അംഗങ്ങൾ. കൊട്ടാരക്കര നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രതിസന്ധികളുടെ നടുവിൽ. വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നത് പതിവാകുന്നു. ജനറേറ്റർ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജീവനക്കാർ. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഫ്ളാറ്റിൽ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായില്ലെന്ന് പരാതി. അടിമാലിയിൽ ഫ്ളാറ്റിലെ താമസക്കാർ പ്രതിഷേധവുമായി രംഗത്ത്.
വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന തെരുവ് നായ്ക്ക് ചികിത്സയൊരുക്കി അടിമാലിയിലെ യുവാക്കൾ. എല്ലാ ജീവജാലങ്ങളോടും കരുതലും കരുണയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യുവാക്കളുടെ പ്രവർത്തനം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റ് നക്ഷത്രയ്ക്ക് സ്നേഹഭവനം ഒരുങ്ങി. കൊല്ലം ജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളും അധ്യാപകരും ചേർന്നാണ് വീടൊരുക്കിയത്. തഴവ LP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നക്ഷത്ര. തരിശുനിലത്ത് നെൽകൃഷി ഇറക്കി വിദ്യാർത്ഥികൾ. മലപ്പുറം കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൃഷി. ഹരിതസേനാംഗങ്ങളും കൃഷിയിൽ പങ്കാളികളായി. ഹർത്താലുകൾക്ക് പ്രവേശനമില്ലാത്ത കോഴിക്കോട് കൊടുവള്ളി കത്തറമ്മൽ അങ്ങാടി പണിമുടക്ക് ദിവസവും സജീവം. രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താലുകളെ അകറ്റി നിർത്തിയ വ്യാപാരികൾ സ്വന്തം സംഘടനയുടെ ഹർത്താൽ ആഹ്വാനവും തള്ളി. പണിമുടക്കിലും ഹർത്താലിലും ആശ്വാസമായി ഒരു ക്യാന്റീൻ. കട്ടപ്പനയിലെ പോലീസ് ക്യാന്റീനാണ് മറ്റു ഭക്ഷണശാലകൾ പ്രവർത്തിക്കാത്ത സമയം ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. പഞ്ചവാദ്യ പാഠങ്ങളുടെ സിലബസ് തയ്യാറാക്കി സന്തോഷ് ആലങ്കോട്. വാദ്യകലാ പഠനം വ്യാപകമാക്കുക ലക്ഷ്യം. പ്രായഭേദമന്യേ എല്ലാവർക്കും പഠനത്തിന് അവസരം ഒരുക്കാനാകുമെന്ന് സന്തോഷ് ആലങ്കോട്. കടത്തനാടിന്റെ കളരി പാരമ്പര്യം അരങ്ങിൽ. വടകര ടൗൺ ഹാളിലെ കാഴ്ചയംഗം എന്ന പരിപാടിയിൽ വിവിധ കളരി സംഘങ്ങൾ അഭ്യാസ പ്രകടനം നടത്തി. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. നേത്രാവതി എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു. സംഭവം തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം. ട്രെയിൻ 3 ബോഗിയും എഞ്ചിനുമായി യാത്ര തുടർന്നു. ബോഗികൾ ഘടിപ്പിച്ചതിൽ സാങ്കേതിക പിഴവെന്ന് സ്ഥിരീകരണം. ഒഴിവായത് വൻ ദുരന്തം. കോഴിക്കോട് ഓമശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. ഓമശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് ടിപ്പർ ലോറിക്ക് തീപിടിച്ചത്. ലോറിയുടെ മുൻഭാഗത്തെ ക്യാബിൻ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഒഴിവായത് വൻ ദുരന്തം. കാറിൽ കടത്തുകയായിരുന്ന 2.25 കിലോ കഞ്ചാവുമായി വടകരയിൽ 2 പേർ പിടിയിൽ. കൊയിലാണ്ടി സ്വദേശി ജയ്സൽ, പന്തലായനി ബബിനേഷ് എന്നിവരെയാണ് വടകര SI ഷറഫുദ്ദീനും ജില്ലാ മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കോഴിക്കോട് നല്ലളത്ത് ട്രാവൽസ് ഉടമ തീ കൊളുത്തി മരിച്ചത് കടബാധ്യത മൂലമെന്ന് ബന്ധുക്കൾ. മരിച്ചത് കണ്ണൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ സ്വരൂപിനെ ഓഫീസിനകത്ത് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. യുവാവിനെ ഭാര്യ സഹോദരൻ കുത്തിക്കൊന്നു. കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. രാജേഷിനെയാണ് ഭാര്യ സഹോദരൻ ശേഖർ കുത്തിക്കൊന്നത്. ഭോപ്പാലിലായിരുന്നു സംഭവം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. മിഥുനാണ് ക്യാപ്റ്റൻ. പുതിയ കോച്ച് ബിനോ ജോർജിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ 2 മാസമായി നടക്കുന്ന ക്യാമ്പിൽ നിന്നാണ് 20-അംഗ ടീമിനെ തെരഞ്ഞെടുത്തത്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടെ BJP നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ BJP തീരുമാനം. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരടിൽ മാറ്റം വരുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഹിന്ദി ഇതര മേഖലകളിൽ 3ാം ഭാഷ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാം. ഭീകരതയ്ക്കെതിരായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ സൗദി അറേബ്യ ധാരണ. തീരുമാനം സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായി നരേന്ദ്രമോദി റിയാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ. 12 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഊർജ്ജ സുരക്ഷ, കർണാടകയിലെ എണ്ണ സംഭരണ കേന്ദ്രം പങ്കുവയ്ക്കൽ, വ്യാപാരം ശക്തിപ്പെടുത്തൽ, കാർഷിക സഹകരണം തുടങ്ങിയ കരാറുകൾ ഇതിൽ ഉൾപ്പെടും. ബ്രിട്ടൻ വീണ്ടും ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക്. ഡിസംബർ 12-ന് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നീക്കത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം തുടരുന്നതിനിടെ ജമ്മു കാശ്മീരിൽ തീവ്രവാദി ആക്രമണം. കുൽഗാമിലുണ്ടായ ആക്രമണത്തിൽ 6 ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇന്നുണ്ടായത് സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്ക് നേരെ 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 5ാമത്തെ ആക്രമണം. നേരത്തെ 4 ട്രക്ക് ഡ്രൈവർമാരും പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യാപാരിയും രാജസ്ഥാനിൽ നിന്നുള്ള തൊഴിലാളിയും കശ്മീരിൽ കൊല്ലപ്പെട്ടിരുന്നു.
യൂറോപ്യൻ യൂണിയൻ ജനപ്രതിനിധി സംഘത്തിന്റെ ജമ്മു കാശ്മീർ സന്ദർശനം ഇന്ന് അവസാനിക്കും. പ്രതിനിധി സംഘം ഇന്ന് മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. INX മീഡിയ കേസിൽ അറസ്റ്റിലായ പി ചിദംബരത്തിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും.